രക്ഷപ്പെടാൻ 1% ചാൻസ് ഇല്ലേ ഡോക്ടർ? അതുണ്ടല്ലോ ഡോക്ടർ, ധ്രുവ് ചോദിച്ചു. ശിവധ്രുവ്, ഐ വിൽ ട്രൈ ടു സേവ് ഹർ ആസ് ബെസ്റ്റ് ഐ ക്യാൻ. ബാക്കി ദൈവം നോക്കിക്കോളും. ദേവാഞ്ജലിയുടെ ദേഹത്തേക്ക് നല്ല എഫക്റ്റുള്ള വിഷമാണ് കുത്തിവെച്ചിട്ടുള്ളത്. ഡെത്ത് ഈസ് സർട്ടൻ അറ്റ് ദ സ്പോട്ട് വേർ ദാറ്റ് പോയ്സൺ വാസ് ഇഞ്ചക്റ്റഡ് ടു ദ നെക്ക്. മേ ബി ദേവാഞ്ജലീസ് വാസ് നോട്ട് ദെയർ ടാർഗറ്റ്. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സംവൺ എൽസ് ദേ വാണ്ടഡ് ടു കിൽ. ഡോക്ടർ പറഞ്ഞു. എനിക്കതറിയാം ഡോക്ടർ. അതൊന്നും ഇപ്പോൾ എനിക്ക് അന്വേഷിക്കാൻ പറ്റിയ പോലെയല്ല. അവൾ രക്ഷപ്പെടാനുള്ള ആ ഒരു ചാൻസ്, അതാണിപ്പോൾ എനിക്കുള്ളൊരു പ്രതീക്ഷ. ധ്രുവ് പറഞ്ഞു. ഡോണ്ട് വറി, ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. വി ജസ്റ്റ് ട്രൈ അവർ ബെസ്റ്റ്. ഡോക്ടർ പറഞ്ഞു. ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല ഡോക്ടർ. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോരുത്തർക്കും നിങ്ങളാണ് ഡോക്ടർ ദൈവം. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ദേവാഞ്ജലിയുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളാണ് ദൈവം. ദൈവം വിധിച്ചാലും നടപ്പിലാക്കേണ്ടത് നിങ്ങളല്ലേ. അതുകൊണ്ട് നിങ്ങളാണ് ഡോക്ടർ ദൈവം. ധ്രുവ് പറഞ്ഞു. അതിന് ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, യു ഡോണ്ട് വറി. ഡോക്ടർ പറഞ്ഞു. അത് കേട്ട് ധ്രുവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പ്രതികാരം നിറഞ്ഞിരുന്നു. ഐസിയുവിന് മുന്നിൽ ധ്രുവനെ കാത്ത് ആദി നിന്നിരുന്നു. ധ്രുവനെ കണ്ട് ആദി ഓടി വന്നു. ധ്രുവ, എന്തായി? എന്താണ് ഡോക്ടർ പറഞ്ഞത്? ഓക്കെ ആണോ? ആദി ചോദിച്ചു. ദർ ഈസ് 99% ചാൻസ് ഫോർ സർവൈവൽ, ധ്രുവ് പറഞ്ഞു. ധ്രുവ, ഒരു അടി കിട്ടിയ പോലെ ആദി അവനെ വിളിച്ചു. ഏതവനാടാ അവളോട് ഇങ്ങനെ ചെയ്തേ? ഞാൻ കാരണമല്ലേടാ. ധ്രുവിൻ്റെ ശബ്ദമിടറി. ധ്രുവ, എന്തുവാടാ ഇത്? 99% പോയത്, 1% ഇല്ലേ? നീ ഇങ്ങനെ സംസാരിക്കല്ലേടാ. ആദി പറഞ്ഞു. ഇല്ലടാ, അവൾ പോവാന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഞാൻ വിട്ടിരുന്നേൽ ഇങ്ങനെ മരണത്തിനോടടുത്ത് ഇവിടെ കിടക്കുമായിരുന്നോ? ധ്രുവ് പറഞ്ഞു. ധ്രുവ, പതിയെ വിളിച്ചു. ധ്രുവ് ആദിയെ ഒന്ന് നോക്കി. ആദി ധ്രുവൻ്റെ പിന്നിലേക്ക് തന്നെ നോക്കി. അങ്ങനെ നിൽക്കുന്നത് കണ്ട് ധ്രുവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ മീരയും കൃഷ്ണനും സുരേഷും ഗീതയും മാധവനും നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അന്നേ ആ കൊച്ചിനോട് പറഞ്ഞതല്ലേ മീരെ, ഇവനെ ഒന്നും പ്രേമിക്കാൻ നിൽക്കണ്ടാന്ന്. ഇപ്പോൾ കണ്ടില്ലേ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. മാധവൻ പറഞ്ഞു. ഏട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. മീര പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. എങ്ങനെയൊന്നും പറയില്ലേന്ന്? എൻ്റെ മോൾ, ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്. എൻ്റെ കൊച്ച് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തേ? അവൾ നിന്നെ കിട്ടിയില്ലെങ്കിൽ ചത്ത് കളയുമെന്ന് പറഞ്ഞു. ജനിപ്പിച്ച എന്നേക്കാളും ജന്മം കൊടുത്ത അമ്മയേക്കാളും എൻ്റെ മോൾ നിന്നെയാണ് സ്നേഹിച്ചത്. ആ അവളെ നീ കുറേ ഉപദ്രവിച്ചു. എന്തിനു വേണ്ടിയാടാ? എൻ്റെ മോൾക്ക് പകരം നീയാണ് ഇങ്ങനെ കിടക്കേണ്ടത്. നിന്നോട് എനിക്കൊരു അപേക്ഷയുള്ളൂ. ഇനിയെങ്കിലും എൻ്റെ മോളുടെ മുന്നിൽ നീ വരരുത്. കൃഷ്ണൻ പറഞ്ഞു. ദേവുവിനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ കൊണ്ടുവരും, മാധവൻ പറഞ്ഞു. അടുത്ത നിമിഷം ധ്രുവ് മാധവൻ്റെ കോളറിൽ എടുത്തു പിടിച്ചു. ഡോ, തന്നെ ഞാൻ. ധ്രുവ് അയാളുടെ കോളറിൽ കയറി പിടിച്ചു കുലുക്കി. ധ്രുവ, ആദി വന്ന് ധ്രുവനെ പിടിച്ചു. എല്ലാവരും നെറ്റിത്തെറിച്ചു. ആദി ധ്രുവനെ പിടിച്ചു മാറ്റി അവിടെ നിന്ന് കൊണ്ടുപോയി. തന്നെ ഞാൻ കൊല്ലും. എൻ്റെ മുന്നിലെങ്ങാനും ഇനി വന്നാൽ. എൻ്റെ അമ്മ മരിച്ചത് മുതൽ താൻ തുടങ്ങിയതാണ്. താൻ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, ധ്രുവ് പറഞ്ഞു. അപ്പോഴേക്കും ആദി അവനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയിരുന്നു. മാധവൻ ഒന്നും മിണ്ടിയില്ല. മീനു ബാത്റൂമിൽ ഓടിക്കയറി കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ വരുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ മറന്നു എന്ന് മനസ്സിലായത്. അവൾ ഇട്ട ഡ്രസ്സ് ഒന്നുകൂടി എടുത്തു നോക്കിയെങ്കിലും അതെല്ലാം ആകെ നനഞ്ഞിരുന്നു. മീനു തലയിൽ കൈവച്ചു പോയി. റൂമിൽ സ്റ്റാലിൻ ഉണ്ട് എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ ബാത്റൂമിൽ മുഴുവൻ നോക്കി. അവിടെ സ്റ്റാലിൻ ഇട്ടിട്ട് പോയ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. അതോടെ മീനു ആ ഷർട്ട് എടുത്തുകൊണ്ട് ഒന്ന് നോക്കി. അതിൽ നിന്ന് പെർഫ്യൂമിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. അവൾ ആ ഷർട്ട് എടുത്തിട്ടു. അവളുടെ മുട്ടിന് കുറച്ചു മുകളിലായിട്ടാണ് ഷർട്ടുള്ളത്. മീനു പതിയെ അതുമായി പുറത്തേക്ക് ഡോർ തുറന്നുകൊണ്ട് ഇറങ്ങി. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് കട്ടിലിൽ കിടന്ന സ്റ്റാലിൻ എഴുന്നേറ്റിരുന്നു. അല്ല മീനു, നീ ഡ്രസ്സ് എടുക്കാതെയാണല്ലേ കുളിക്കാൻ പോയത്? സ്റ്റാലിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അത് പിന്നെ ഞാൻ മറന്നു, മീനു പറഞ്ഞു. എന്തായാലും ഈ ഷർട്ട് കൊള്ളാം, സ്റ്റാലിൻ പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കെ. എന്നെ നോക്കല്ലേ, മുഖം തിരിക്ക്, മീനു പറഞ്ഞു. കാലിൽ എന്താ മീനു കറുത്ത ചരട് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്? സ്റ്റാലിൻ ചോദിച്ചു. വെറുതെ, മീനു പറഞ്ഞു. സ്റ്റാലിൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മീനുവിന് നേരെ വന്നു. മീനു അവൻ വരുന്നതനുസരിച്ച് പിന്നിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം അവൾ അവിടെയുള്ള ടേബിളിൽ തട്ടി നിന്നു. സ്റ്റാലിൻ മീനുവിനെ ഇടുപ്പിലൂടെ കൈയിട്ട് എടുത്തു പൊക്കി ടേബിളിൽ കയറ്റിയിരുത്തി. ശേഷം അവളുടെ കാലിനിടയിലേക്ക് കയറി നിന്നിട്ട് മീനുവിൻ്റെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്തങ്ങിരുത്തി. മീനു ഒരു വിറയലോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. സ്റ്റാലിൻ മീനുവിൻ്റെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു. മീനുവിൻ്റെ കണ്ണുകൾ അവൻ്റെ ആ നീലക്കണ്ണുമായി കൊരുത്തു. പതിയെ സ്റ്റാലിൻ്റെ ചുണ്ടുകൾ മീനുവിൻ്റെ ചുണ്ടിലേക്ക് ചേർന്ന് ഒന്ന് അമർത്തി ചുംബിച്ചു. മീനുവിൻ്റെ ദേഹമാകെ ഒരു വൈദ്യുതി കടന്നു പോയതുപോലെ തോന്നി അവൾക്ക്. സ്റ്റാലിൻ്റെ ഷോൾഡറിൽ മീനു ഒന്ന് അമർത്തി പിടിച്ചു. ആ കണ്ണുകൾ ചുവന്ന് കലങ്ങി. മീനു,
സ്റ്റാലിൻ മീനുവിൻ്റെ കവിളിൽ ചുണ്ടുകൾ ഒന്ന് ചേർത്തുരച്ചുകൊണ്ട് പതിയെ വിളിച്ചു. മീനു സ്റ്റാലിൻ്റെ മടിയിലൂടെ വിരലോടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് മൂളിക്കേട്ടു. സ്റ്റാലിൻ മീനുവിൻ്റെ മുടിയിഴകളെ ചെവിയുടെ ഇടുക്കിൽ ഒതുക്കി വെച്ചിട്ട് ആ ചെവിയിൽ ഒരമർത്തി കടിച്ചു. നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം. മീനു, നിനക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും കാണണ്ടേ? അവിടെ ചെന്നാൽ നീ എന്നെക്കുറിച്ച് എല്ലാം അറിയും. ഇന്ന് ഈ കാണുന്ന സ്റ്റാലിൻ്റെ പഴയ ജീവിതം, അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടി കോടിക്കണക്കിനുള്ള സ്വത്തിൻ്റെ ഒരേ ഒരു അവകാശി ആയതിൻ്റെ കഥ എന്നാവും നീ വിചാരിച്ചത് അല്ലേ മീനു? സ്റ്റാലിൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്തോ അവൻ്റെ ചിരിയിൽ തീവ്രമായ വേദനയുള്ളതുപോലെ തോന്നി മീനുവിന്. മീനുവിൽ നിന്നും സ്റ്റാലിൻ മുഖം തിരിച്ചു. മീനു സ്റ്റാലിൻ്റെ മുഖം 2 കൈകൊണ്ടും തിരിച്ചു അവളുടെ മുഖത്തിന് നേരെയാക്കി. ടെൽ മീ, മീനു പതിയെ പറഞ്ഞു. ഏയ്, അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല മീനു. എനിക്ക് എല്ലാം ഓർക്കുമ്പോൾ ചിരി വരും. സ്നേഹം മാത്രമുള്ള ഒരു പാവം സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ മിനി. കുരിശിങ്കൽ തറവാട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നവരെ ഒരു നാൾ പോലും വെറും കൈയോടെ മടക്കി അയക്കാത്ത ഒരു മനുഷ്യസ്നേഹിയായിരുന്നു എൻ്റെ അച്ഛൻ സേവ്യർ. നിനക്കറിയോ മീനു, എൻ്റെ അച്ഛനും അമ്മയും വിഷം കഴിച്ച് മരിച്ച് കിടക്കുന്നത് എൻ്റെ ഈ കണ്ണുകൊണ്ടാണ് ഞാൻ കണ്ടത്. എന്തിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് മുതൽ ഞാൻ അവിടെ കിടന്നു ഒത്തിരി അനുഭവിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും രാജകുമാരനായിരുന്നു ഞാൻ. എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേലക്കാരുണ്ടായിരുന്നു. ഞാൻ തന്നെ അവിടുത്തെ ഒരു വേലക്കാരനായി. പക്ഷേ അവർക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ആ വീടും സ്ഥലവും അങ്ങനെ എല്ലാം എൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ എഴുതി വെച്ചിരുന്നു. ഒറ്റയ്ക്ക് ഒരു വട്ടം ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ തന്നെ തിരിച്ചങ്ങ് പോന്നു. ഇനി ഞാൻ പോവാണ് നിന്നെ കൂട്ടി, സ്റ്റാലിൻ പറഞ്ഞു. മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്റ്റാലിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. മീനു സ്റ്റാലിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. സ്റ്റാലിൻ മീനുവിനെ ഇറുകെ കെട്ടിപ്പിടിച്ചിരുന്നു. അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. നീ എന്തിനാ ധ്രുവ അച്ഛൻ്റെ കോളറിൽ പിടിക്കാനായി ചെന്നത്? ആദി ചോദിച്ചു. പിന്നെ അയാൾ പറയുന്നത് കേട്ടില്ലേടാ? അവൾ ഇവിടെ മരണത്തിനോട് പോരാടി കിടക്കുമ്പോൾ അയാൾ ചെന്ന് കല്യാണം ആലോചിക്കുന്നു, ധ്രുവ പറഞ്ഞു. അത് പോട്ടെ ധ്രുവ, നീ ആ ആശുപത്രിയിൽ ഇങ്ങനെ ബഹളം വെക്കേണ്ടായിരുന്നു, ആദി പറഞ്ഞു. ഏതവനായാലും അവനെ ഞാൻ പിടിക്കും, ഉറപ്പ്. എൻ്റെ കയ്യിൽ അവനെ കിട്ടിയാൽ അവൻ തീർന്നു. ആദി, എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തുള്ള CCTV എല്ലാം ചെക്ക് ചെയ്യണം, ധ്രുവ് പറഞ്ഞു. ദേവുവിൻ്റെ കാര്യം, ആദി പറഞ്ഞു. അവളുടെ അച്ഛൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ ആദി? ഞാൻ കാരണമല്ലേ, ധ്രുവ് പറഞ്ഞു. ധ്രുവ, നീ അറിഞ്ഞോണ്ടല്ലോ. ഇപ്പോൾ ഞാൻ അതൊന്നുമല്ല ചോദിച്ചത്. ദേവുവിൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ നീ ഇനി അവളുടെ മുന്നിൽ പോവില്ലേ, ആദി ചോദിച്ചു. ആദി, എനിക്കറിയില്ല, ധ്രുവ് പറഞ്ഞു. നിനക്ക് ദേവുവിനെ ഇഷ്ടമാണോ ധ്രുവ, ആദി ചോദിച്ചു. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ശിവദുർ സാർ, ധ്രുവ് ആദി ചോദിച്ചതിനുള്ള മറുപടി പറയാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു പെണ്ണ് വിളിച്ചത്.